എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യ രാത്രിക്ക് മുൻപ് കന്യകമാർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവയാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. പല പെൺകുട്ടികളുടെയും ഒരു സ്വപ്നമാണ് വിവാഹം. പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പല വിധത്തിലുള്ള ടെൻഷനും കാര്യങ്ങളും ഇവരുടെ മനസ്സിലുണ്ടായെന്ന് വരാം. അതിൽ പ്രധാനപ്പെട്ടതാണ് ആദ്യ രാത്രിയിൽ ഉണ്ടായേക്കാവുന്ന ശാരീരിക ബന്ധത്തെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠകൾ. കല്യാണത്തിന് മുൻപ് കന്യകമാരായ സ്ത്രീയെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, വളരെ സൗമ്യമായി സമീപിക്കുക. കല്യാണ ദിവസം എല്ലാ പെൺകുട്ടികൾക്കും നല്ല പേടിയും ഭയവുമായിരിക്കും. പ്രത്യേകിച്ച് വീട്ടിൽ നിന്നും മാറി പുതിയ വീട്ടിലെത്തുന്നതിന്റെ ഭയം. അതുപോലെ ആദ്യമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നതിന്റെ എല്ലാം ഭയം ഉള്ളിൽ ഉണ്ടാകും. ഈ ഭയത്തെ നിയന്ത്രിച്ച് സ്വയം കൂളായിരിക്കുന്നത് കാര്യങ്ങളെ നല്ല രീതിയിൽ സമീപിക്കാൻ സഹായിക്കും. അതുപോലെ ശാരീരിക ബന്ധത്തിന് സ്വയം തയ്യാറെടുക്കാനും ഇത് സഹായിക്കും. രണ്ടാമതായി, എല്ലാവർക്കും രക്തം വരണമെന്നില്ല. അതെ, ചില സ്ത്രീകളിൽ കന്യാചർമ്മത്തിന് ഇതുവരെ ഒരു കേടും സംഭവിച്ചിട്ടില്ല എങ്കിൽ ഇവരിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രക്തം കണ്ടെന്ന് വരാം. എന്നാൽ ഇന്നത്തെ കാലത്ത് സ്പോർട്സ്, അതുപോലെ ഭാരപ്പെട്ട പണികൾ, സൈക്ലിംഗ് എന്നിവയെല്ലാം ചെയ്യുന്ന സ്ത്രീകൾ ധാരാളമാണ്. ഇവരിൽ ഇത് മുന്നേ തന്നെ പൊട്ടിയിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ആദ്യത്തെ ബന്ധപ്പെടലിന് ശേഷം രക്തം കണ്ടില്ലെങ്കിൽ അതിൽ സങ്കടപ്പെടരുത്. ഇത് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുക. മൂന്നാമതായി, പൂർണ്ണ സംതൃപ്തിക്കായി ഒരിക്കലും പ്രയത്നിക്കരുത്. ആദ്യത്തെ ശ്രമത്തിൽ തന്നെ പൂർണ്ണ തൃപ്തി ലഭിക്കാനായി ഒരിക്കലും പരിശ്രമിക്കരുത്. ആദ്യത്തെ ശ്രമത്തിൽ ചിലപ്പോൾ ഫോർപ്ലേയിൽ മാത്രം ഒതുങ്ങിയെന്നും ഇരിക്കാം. അതിനാൽ അമിതമായ പ്രതീക്ഷകളിൽ ഇരിക്കുന്നത് ചിലപ്പോൾ നിരാശയിലേക്ക് നയിക്കും. അതിനാൽ കൃത്യമായ അവബോധത്തോടെ മാത്രം ഓരോ നീക്കങ്ങളെയും സമീപിക്കുക. നാലാമതായി, ഒന്നും സംഭവിക്കാതെയും ഇരിക്കാം. അതെ, സിനിമയിൽ കാണുന്നത് പോലെ ആകണമെന്നില്ല ജീവിതത്തിൽ ആദ്യ രാത്രി. കല്യാണത്തിന്റെ ബഹളമെല്ലാം കഴിഞ്ഞ് വിശ്രമം ലഭിക്കുന്ന ഈ രാത്രിയിൽ മിക്കവരും ക്ഷീണിതരായിരിക്കും. അത് വരനായാലും വധുവായാലും. അതിനാൽ പരമാവധി നല്ല ഉറക്കത്തിനായിട്ടായിരിക്കും ശ്രമിക്കുക. അതിനാൽ ആദ്യ രാത്രി തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വരുമോ എന്ന അമിതമായ ചിന്തകളോട് വിട പറയാം. അഞ്ചാമതായി, രതിമൂർച്ച ഉണ്ടാകാനും സാധ്യത കുറവ്. ആദ്യത്തെ ബന്ധപ്പെടലിൽ തന്നെ നല്ല പോലെ രതിമൂർച്ച നിങ്ങളിൽ ഉണ്ടായെന്ന് വരികയില്ല. ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനാൽ ഇതിൽ വിഷമിക്കേണ്ട ഒരു കാര്യവുമല്ല. നിങ്ങളുടെ പങ്കാളിയെ കൂടുതലായി അറിയും തോറും നിങ്ങളിൽ രതിമൂർച്ച സ്വാഭാവികമായി വരുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്ത്രീകൾ, പെൺകുട്ടികൾ മനസ്സിലാക്കി വെക്കുക വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ. അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു. അതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിനം നേരുന്നു.